ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കാക്കയുടെ സൗന്ദര്യം. കൂട്ടുകാരെ, നിറമുള്ളതെല്ലാം സുന്ദരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാക്കയ്ക്ക് തോന്നി. അവൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ എന്തെല്ലാം കുഴപ്പങ്ങളിൽ പോയി ചാടിയെന്നറിയണ്ടേ? വാ, നമുക്ക് പോയി നോക്കാം. പണ്ട് പണ്ട് ദൂരെ നീലഗിരി പുഴയുടെ തീരത്തുള്ള ഒരു വലിയ മൂവാണ്ടൻ മാവിൻ്റെ കൊമ്പിലെ ഒരു കുഞ്ഞു കൂട്ടിലായിരുന്നു അമ്മക്കാക്കയും അവളുടെ മകളായ കുഞ്ഞിച്ചിക്കുവും താമസിച്ചിരുന്നത്. അമ്മ അവളെ സ്നേഹിച്ചും പരിപാലിച്ചും കൊണ്ടു നടന്നു. മോളെ കുഞ്ഞിച്ചിക്കു, അമ്മ ഭക്ഷണം തേടി പോവുകയാണ്. എങ്ങും പോകരുത് കേട്ടോ. പക്ഷെ അമ്മേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് മുഷിയും. അത് സാരമില്ല വാവേ, നീ വലുതാകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പറക്കാം. കുറച്ചു കാലം നീ കൂട്ടിൽ തന്നെ ഇരിക്കേ. അങ്ങനെ അമ്മക്കാക്ക ഭക്ഷണം തേടി ദൂരേക്ക് പറന്നുപോയി. ആ സമയത്ത് തൻ്റെ തൊട്ടടുത്തുള്ള വെള്ളത്തുള്ളിയിൽ തൻ്റെ പ്രതിബിംബം കണ്ടു. ഇതെന്താ എൻ്റെ രൂപം ഇങ്ങനെ? ഞാൻ കറുത്തിട്ടാണല്ലോ. എന്നെ ആര് കണ്ടാലും സുന്ദരിയാണെന്ന് പറയില്ല. സുന്ദരിയാവാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ദേഷ്യത്തോടെ അവൾ ചിറകുകൾ വിടർത്തി ഉന്മേഷത്തോടെ പറന്നുപോയി. പോകുന്നതിനിടയിൽ ഒരു ആപ്പിൾ മരത്തിലിരുന്ന് ആപ്പിൾ തിന്നുന്ന മിന്നുത്തത്തയെ കണ്ടു. മിന്നു, നിന്നെപ്പോലെ സുന്ദരിയാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അത് കൊള്ളാലോ. നീ അതിനെന്തിനാ വിഷമിക്കുന്നത്? ഞാൻ കറുത്തതല്ലേ, ആരും എന്നെ കണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയാറേയില്ല. അയ്യോടാ ചിക്കു, നീ വിഷമിക്കേണ്ട. ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. നിനക്ക് ശരിക്കുമുള്ള സൗന്ദര്യം കാണണമെങ്കിൽ തടാകത്തിലുള്ള നീലിക്കൊക്കിനെ പോയി കാണൂ. പാൽ നിറം പോലെ വെളുത്ത നല്ല ഉയരവുമുള്ള അവളെ പോയി കാണൂ. മിന്നു പറയുന്നത് ശരിയാണോ? ഞാൻ ഒന്ന് പോയി കാണട്ടെ. ചിക്കു ആവേശത്തോടെ തടാകത്തിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്നു നീലു. ഹായ്, മിന്നുത്തത്ത പറഞ്ഞത് ശരിയാണല്ലോ. നീലു, നീ എങ്ങനെയാ ഇത്ര വെളുത്ത സുന്ദരിയായി മാറിയത്? ഒന്ന് പറഞ്ഞു തരുമോ? നന്ദി കുഞ്ഞിച്ചിക്കു. സൗന്ദര്യം എല്ലാവർക്കും ഒരുപോലെ ഒന്നുമല്ല. ചിലർക്ക് എന്നെ ഇഷ്ടമാകും, ചിലർ പറയും നിനക്ക് വെള്ളനിറം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത്ര ഭംഗിയും നിറവും ഉണ്ടായിട്ട് നിന്നെ ഇഷ്ടമല്ലെന്നാണോ പറയുന്നത്? അതേ ചിക്കു, ഈ ഭംഗിയുള്ളത് കൊണ്ട് വേട്ടക്കാരെ പേടിച്ച് കഴിയണം. ഭംഗിയുള്ളത് കൊണ്ട് മാത്രം ജീവിതം സന്തോഷകരമാവില്ല. എല്ലാവരാലും ആരാധിക്കപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാലും എന്തു ചന്തമാ നിന്നെ കാണാൻ. എനിക്ക് നിന്നെപ്പോലെ ആവാൻ കഴിഞ്ഞുവെങ്കിൽ. സൗന്ദര്യം ഓരോരുത്തരുടെയും കണ്ണിൽ ഓരോ തരമാണ്. നിനക്ക് ശരിക്കുമുള്ള സൗന്ദര്യം കാണണമെങ്കിൽ കാട്ടിൽ പോകൂ. അവിടെ മയിലമ്മയുണ്ട്. മഴവില്ല് പോലെ അതിമനോഹരമാണ് അവളുടെ പീലികൾ. മഴവില്ല് പോലെയോ? അപ്പോൾ അതാണല്ലേ യഥാർത്ഥ സൗന്ദര്യം അല്ലേ? പോയി ചോദിച്ചു നോക്കാം. ചിക്കു, നീ ഓർക്കുക, സൗന്ദര്യം കൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കും. സൗന്ദര്യം കൊണ്ട് പ്രശ്നമോ? അതിപ്പോൾ എങ്ങനെ ഉണ്ടാകും? അവൾക്കാകെ സംശയമായി. അങ്ങനെ മയിലമ്മയെ തേടി കാട്ടിലെത്തി. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. മഴവിൽ വർണ്ണങ്ങളാൽ പീലി വിടർത്തി തിളങ്ങി നിൽക്കുന്നു സാക്ഷാൽ മയിലമ്മ. അമ്മൂ, തത്തമ്മ പറഞ്ഞതിനേക്കാൾ എത്ര സുന്ദരി! പീലിക്കൊക്കെ എന്തൊരഴക്! ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഴവില്ല് പോലെ. അതെ ചിക്കു, എല്ലാവരും എന്നെ പക്ഷികളുടെ റാണി എന്നാണ് വിളിക്കുന്നത്. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ കാട് മുഴുവനും നൃത്തം ചെയ്യും. ഈ മയിൽപ്പീലികൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ മയിലമ്മേ, വേഗം പറയൂ, എനിക്ക് എങ്ങനെ നിന്നെപ്പോലെ സുന്ദരിയാകാം? സൗന്ദര്യം ഒരനുഗ്രഹമാണ്, പക്ഷേ അപകടം കൂടിയാണ്. വളരെ ശ്രദ്ധിക്കണം ചിക്കു. പെട്ടെന്ന് ടക് ടക് എന്ന ശബ്ദം അടുത്തേക്ക് വരുന്നതായി തോന്നി. അവളെ കണ്ടെത്തി. ഈ മയിലിൻ്റെ പീലികൾ വിറ്റ് ഞാൻ പണക്കാരനാകും.
ഒരു ഒറ്റ അമ്പു മതി, അവൾ എൻ്റെ കയ്യിലിരിക്കും. വേട്ടക്കാരൻ തൻ്റെ അമ്പ് കയ്യിലെടുത്ത് ഒറ്റ വിടൽ, മയിലിനെ ഉന്നം വെച്ചുകൊണ്ട്. അയ്യോ വേട്ടക്കാരൻ, മയിലമ്മേ വേഗം ഓടിക്കോ, ചിക്കു പറഞ്ഞു. വേട്ടക്കാരൻ്റെ അമ്പ് ഒരു മരത്തിൽ തറച്ചു. നിൽക്കവിടെ, എങ്ങോട്ടാ ഓടുന്നേ? നിന്റെ പീലികൾ ഞാനെടുക്കും. എന്നോടാ അവളുടെ കളി. അയ്യോ ദൈവമേ രക്ഷിക്കണേ, എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ ശാപം, അയാൾ എന്നെ കൊല്ലാൻ വരുന്നു. വേഗം ഓട് മയിലമ്മേ, അവൻ പിറകെയുണ്ട്. രണ്ടുപേരും വേഗം ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ചി, കള്ളക്കാക്കെ മാറിക്കോ എൻ്റെ മുന്നിൽ നിന്ന്. എനിക്ക് നിന്നെ വേണ്ട, സുന്ദരിയായ മയിലമ്മയെ മതി. ഇല്ലടാ, നിന്റെ ആ മോഹം നടക്കില്ല. നീ ആ പീലി കണ്ട് മോഹിക്കണ്ട. മാറിപ്പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. ചിക്കു, ചിക്കു രക്ഷിക്കേ, ഞാൻ ഇനി എന്തു ചെയ്യും? നീ ആ പാറക്കെട്ടിനടിയിലേക്ക് പോ. വേട്ടക്കാരൻ ഓടടാ ഓട്ടം. പെട്ടെന്നൊരു മരത്തിൻ്റെ വേര് തട്ടി പുതിയും താ കിടക്കുന്നു നിലത്ത്. അയാളുടെ അമ്പും വില്ലും പൊട്ടിപ്പോയി. ചേ, ആ നശിച്ച കാക്ക എൻ്റെ ഇന്നത്തെ ദിവസം കളഞ്ഞു. ദേഷ്യത്തോടെ അയാൾ കാട് വിട്ടുപോയി. അങ്ങനെ കാട് വീണ്ടും ശാന്തമായി. നന്ദി ചിക്കു, നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ പിടിക്കുമായിരുന്നു. ആ മയിലമ്മേ, സൗന്ദര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് നിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കി. അതേ ചിക്കു, എൻ്റെ ഭംഗി കാരണം ഞാൻ പേടിച്ചാണ് ജീവിക്കുന്നത്. നീ കറുപ്പായതുകൊണ്ട് നിന്നെ ആരും വേട്ടയാടില്ല. നീ സുരക്ഷിതയാണ്. അപ്പോൾ എൻ്റെ ഈ കറുപ്പു നിറം എനിക്ക് ഒരു അനുഗ്രഹമാണല്ലേ? തീർച്ചയായും. അങ്ങനെ മയിലമ്മയോട് യാത്ര പറഞ്ഞ് ചിക്കു തൻ്റെ കൂട്ടിലേക്ക് പറന്നു. ചിക്കു, ചിക്കു, നീ എവിടെ പോയി? ഭക്ഷണവുമായി വന്ന അമ്മക്കാക്ക തിരികെ വന്ന ചിക്കുവിനെ കാണാതെ വല്ലാതെ വിഷമിച്ചു. ഞാൻ വന്നു അമ്മേ. ചിക്കു, നീ എവിടെയായിരുന്നു? നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. അമ്മേ, ഞാൻ സൗന്ദര്യം തേടി പോയതായിരുന്നു. തത്തമ്മയെയും നീലുക്കോക്കിനെയും മയിലമ്മയെയും ഒക്കെ കണ്ടു. അവർക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്നോ. പക്ഷേ അമ്മേ, ഞാനൊരു പാഠം പഠിച്ചു. എന്തു പാഠമാണ് പഠിച്ചത്? കറുത്തത് മോശമല്ല അമ്മേ, അത് നമ്മളെ സുരക്ഷിതയാക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളയിടത്ത് പറക്കാം, ആരെയും പേടിക്കണ്ട. ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതേ മോളെ, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? യഥാർത്ഥ സൗന്ദര്യം നിറത്തിലല്ല, നമ്മുടെ ഉള്ളിലെ നന്മയിലും പ്രവൃത്തിയിലുമാണ്. അന്നു മുതൽ ഒരിക്കലും ചിക്കു നിറമുള്ള തൂവലുകളെ ആഗ്രഹിച്ചില്ല. അവൾ തൻ്റെ കറുപ്പു നിറത്തെ അഭിമാനിച്ചുകൊണ്ട് സന്തോഷമായി ജീവിച്ചു. മക്കളെ, ഓർക്കുക, നമുക്കുള്ള കുറവുകളെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് നൽകിയ കഴിവുകളിൽ സന്തോഷിച്ച് മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് കഥ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.